ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന മറ്റൊരു ടൈപ്പ് ഫാൾ സീലിംഗ് ആണ്. ഈ ഒരു മോഡൽ ഫാൾ സീലിംഗ് നമുക്ക് 3D മാക്സിൽ 2 രീതിയിൽ ചെയ്താലോ? അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾ CAD ഫയൽ ഓപ്പൺ ചെയ്ത് നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് നേരെ 3D മാക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഫയലിൽ പോവുക. ഇമ്പോർട്ട് ഓക്കെ, ഡെസ്ക് ടോപ്പിലെടുക്കുന്നു. സോറി, അത് മെർജിൻ്റെ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തത്, അതുകൊണ്ടാണ് ഇവിടെ വരാത്തത്. ഓക്കെ, അപ്പോൾ വീണ്ടും അത് ക്ലോസ് ചെയ്ത് ഫയലിൽ ഇമ്പോർട്ട് എടുത്തു. സീലിംഗ് ആ ഡ്രോയിങ് CAD ഫയൽ സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു, എന്നിട്ട് നോൺ കൊടുത്തു, GF Bed 2 ആ ലെയർ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ വന്നതായിട്ട് കാണാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇവിടെ റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് വാള് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒന്നുകിൽ ലൈൻ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ബോക്സ് ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ബോക്സ് ടൂൾ ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാണ്. ഓക്കെ, അതെങ്ങനെയെന്ന് നോക്കാം. അത് ബോക്സ് ടൂൾ വെച്ച് വാളിൻ്റെ മുകളിൽ ജസ്റ്റ് വരച്ചു. എന്നിട്ട് അതിൻ്റെ ഹൈറ്റ് ഒരു 10 സെൻറ്റി 1 മീറ്റർ കൊടുത്തു, അതായത് 100 സെൻറ്റി എൻ്റർ കൊടുത്തു. ഇനി അടുത്തത് വരയ്ക്കുമ്പോൾ പ്രോസ്പെക്റ്റീവിൽ ഇടുക. പ്രോസ്പെക്റ്റീവിൽ ബോക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു പോയിൻ്റ് സെലക്ട് ചെയ്തതിന് ശേഷം മറ്റേ പോയിൻ്റ് എവിടെയാണെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇതുപോലെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ വാളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ സെലക്ട് ചെയ്തു ഈ ഒരു പോയിന്റ്, എന്നിട്ട് ഈ അറ്റത്തുള്ള ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ട് മുകളിലേക്കൊന്ന് മൂവ് ചെയ്യിച്ചു. എന്നിട്ട് ഈ വാളിൻ്റെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വാളിൻ്റെ എൻഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ഹൈറ്റിൽ നമുക്ക് ആ വാള് വന്നതായിട്ട് കാണാം. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് മുട്ടിച്ച് കൊടുക്കാവുന്നതാണ്. ഇവിടെ അങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് മെറ്റീരിയൽ കൊടുക്കാം. ആംഗിൾ സ്നാപ്പ് ഓൺ ആക്കിയാൽ നമുക്ക് നമുക്ക് സ്ലാബ് കൊടുക്കാം. അതിന് കൺട്രോൾ Q എടുത്ത് ഡ്രോയിങ് സെലക്ട് ചെയ്യുക. ടോപ്പ് വ്യൂവിൽ വരിക. ഇത് വേണമെങ്കിൽ ലൈൻ ഉപയോഗിച്ച് വരയ്ക്കാനേ സാധിക്കുള്ളൂ. അതായത് ഇങ്ങനെ കട്ടിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ലൈൻ ടൂൾ ഉപയോഗിക്കാം. അതിനു മുമ്പ് ആംഗിൾ സ്നാപ്പ് ഓൺ ചെയ്യുക. അതിനുശേഷം ലൈൻ എടുക്കുമ്പോൾ കോർണറിലാണോ എന്ന് ഇവിടെ ശ്രദ്ധിക്കുക. അതായത് കോർണർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ കോർണർ ആക്കുക. എന്നാലും കറക്റ്റ് പോയിന്റ് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം പ്രോസ്പെക്റ്റീവ് വരിക. എന്നിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുക. 10 സെൻറ്റി കൊടുത്തു. എന്നിട്ട് മെറ്റീരിയൽ കൊടുത്തു. എന്നിട്ട് അൺഹൈഡ് ആൾ കൊടുത്തു. ഒന്ന് ജസ്റ്റ് ഫ്രണ്ട് വ്യൂവിലിട്ടാൽ നമുക്ക് അവിടെ വന്നതായിട്ട് കാണാം. സോറി,
ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കാം. ഇനി നമുക്ക് സീലിംഗ് ഡിസൈൻ വരക്കാം. ഓക്കെ, ഇനി ടോപ്പ് വ്യൂ. ഇനി നമുക്ക് ഈ ഒരു ഏരിയയാണ് വരക്കേണ്ടത്. ഇവിടെ പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് നേരെ സ്ലാബിൽ തന്നെ കയറ്റി കൊടുക്കാം. സ്ലാബ് കാണിച്ചാൽ മതി. ഓക്കെ, ഇത് ഇറങ്ങി നിൽക്കുന്ന ഡിസൈനാണ് ഈ ഒരു പോർഷന്. അതായത് നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് നേരത്തെ ചെയ്തത്. ഈ ഒരു ഡിസൈനാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് മിനിമൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ താഴത്ത് ഇറങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി ബോക്സ് എടുത്തു, ക്ലോസ് ചെയ്തു. ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ 2 രീതിയും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഏതാണ് എളുപ്പമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ ബോക്സ് എടുത്ത് വരച്ചു. എന്നിട്ട് 40 4 സെൻറ്റി കൊടുത്തു, അതായത് അതിൻ്റെ ഹൈറ്റ്. ഓക്കെ, അതിനുശേഷം ഇത് എഡിറ്റബിൾ പോളിയാക്കാം. എന്നിട്ട് എഡിറ്റിൽ പോകുന്നു. വേണമെങ്കിൽ ടോപ്പ് വ്യൂവിൽ എടുക്കാം. എന്നിട്ട് ഇവിടേക്കുള്ള കോവിന് വേണ്ടി ഞാൻ ഇവിടെ ഈ എഡ്ജ് സെലക്ട് ചെയ്തു. എന്നിട്ട് റിങ് കണക്ട് ചെയ്തു. എന്നിട്ട് വയർ ഫ്രെയിം ഓഫാക്കി. എന്നിട്ട് ഇവിടെ വൈ ആംഗിൾ ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ആംഗിൾ സ്നാപ്പ് ഓഫ് ചെയ്ത് കൊണ്ട് മൂവ് ചെയ്യിക്കാം. ജസ്റ്റ് ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങോട്ടാക്കി കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങോട്ടാക്കി കൊടുത്തു. ഇതിൽ ഈ ലൈനു വേണ്ടി ഇവിടെ സെലക്ട് ചെയ്തു, ഈ എഡ്ജ് സെലക്ട് ചെയ്തു. എന്നിട്ട് റിംഗ് ആൻഡ് കണക്റ്റ്, അതായത് എഡിറ്റബിൾ പോളിയിലാണ് ഞാൻ ഈ ചെയ്യുന്നത്. റിംഗ് ആൻഡ് കണക്റ്റ് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടെ ലൈൻ വന്നതായിട്ട് കാണാം. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്തു. എന്നിട്ട് ഇവിടേക്കൊന്ന് ജസ്റ്റ് മൂവ് ചെയ്യിച്ചു. എന്നിട്ട് പ്രോസ്പെക്റ്റീവ് പോവാം. അതിനുശേഷം വയർ ഫ്രെയിം ഓൺ ചെയ്യുക. എന്നിട്ട് എഡിറ്റബിൾ പോളിയിലെ 4ാമത്തെ ഓപ്ഷൻ പോളിഗൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ബോക്സിൽ നമുക്ക് ഹൈറ്റ് കൊടുക്കേണ്ട ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുക. അതിൽ വാല്യൂ ചേഞ്ച് ചെയ്യുക. ഇവിടെ ഓൾറെഡി 10 സെൻറ്റി ഉണ്ട്. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ കോവ് വന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഇവിടെ പ്ലെയിൻ ലൈറ്റ് കൊടുത്ത് കോവ് ലൈറ്റിൻ്റെ ലൈറ്റ് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി അടുത്തത് ഇതിന് മെറ്റീരിയൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ് ചെയ്തത് അൺഹൈഡ് ആൾ കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് പൊക്കി കൊടുക്കാം. ആദ്യം എഡിറ്റബിൾ പോളി ഓഫ് ചെയ്യാം. എന്നിട്ട് കറക്റ്റ് പൊസിഷനിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതായത് ഫ്രണ്ട് വീലോ അല്ലെങ്കിൽ ലെഫ്റ്റ് വീലോ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ വന്നതായിട്ട് കാണാം. അപ്പോൾ അതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എഡിറ്റബിൾ പോളി ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനാണ് കാണിച്ചു തരാം. അത് വാളൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ കൊടുത്തു. റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് ചെയ്യാം. റെക്റ്റാങ്കിൾ എടുത്തു. പക്ഷേ ഈസി മറ്റേതാണെന്ന് തോന്നുന്നു. റെക്റ്റാങ്കിൾ എടുത്തു, എക്സ്ട്രൂഡ് കൊടുത്തു.
4 സെൻറ്റ് 4 സെൻറ്റ് അല്ല 10 സെൻറ്റ് തന്നെ കൊടുക്കാം. അതായത് ടോട്ടലായിട്ട് കൊടുക്കാം. എത്ര സീലിംഗിൻ്റെ ആയിട്ട് 14 കൊടുത്തു. അതിനുശേഷം അതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, എന്തിനാ ഹൈഡ് ചെയ്ത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇനി അടുത്ത് അല്ലെങ്കിൽ ഇവിടെ 0 ആക്കി കൊടുത്താൽ മതി. അതായത് എക്സ്ട്രൂഡ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു കോവ് ലൈറ്റും കൂടി നമുക്ക് ലൈറ്റ് ടൂൾ ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഒരു സൈഡ് ലൈൻ ഇട്ട് വരച്ചിട്ട് അത് ഔട്ട്ലൈൻ കൊടുത്താൽ മതി. ഓക്കെ, അത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് കൊടുക്കുക. ഓക്കെ, അടിയില്ലേ ഇങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ ഇതൊന്ന് താത്തി കൊടുക്കാം. ആംഗിൾ സ്നാപ്പ് എടുക്കാം. ഈ ലൈൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് വെർട്ടെക്സ് സെലക്ട് ചെയ്യാം. എന്നിട്ട് എക്സ്ട്രൂഡ് കൊടുക്കാം. ഒരു 40 കൊടുക്കാം. എന്നിട്ട് മറ്റൊരു റെക്റ്റാങ്കിൾ എടുക്കാം. 40 അല്ല 4 സെൻറ്റ്. അടുത്ത റെക്റ്റാങ്കിൾ എടുക്കുക. അത് കിട്ടുന്നില്ലെങ്കിൽ ഈ ഡ്രോയിങ് ഹൈഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രൂഡ് കൊടുക്കാം. എന്നിട്ട് പൊക്കി കൊടുക്കാം. 14. ഇങ്ങനെയും നിങ്ങൾക്ക് ഈ ഡിസൈൻ വരക്കാവുന്നതാണ്. ഓക്കെ, എനിക്ക് സിമ്പിളായിട്ട് തോന്നിയത് ഈ ഒരു ഓപ്ഷനാണ്. ഇതിൽ ഒറ്റ സെലക്റ്റിൽ തന്നെ ഇത് മൊത്തം സെലക്ട് ആവുന്നതായിട്ട് കാണാം. അതേപോലെ ഇതാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 ഓപ്ഷനിലും നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ലൈറ്റിംഗ് കൊടുക്കാം. അപ്പോൾ ലൈറ്റിംഗ് എങ്ങനെ കൊടുക്കുക ഡീറ്റെയിലിംഗ് ആയിട്ട് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ, അതായത് ഫാൾ സീലിംഗിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. അതിനുശേഷം ഈ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെ കറക്റ്റ് ലൈറ്റിംഗ് എങ്ങനെ കൊടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നത് ഓൾറെഡി നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തു വെച്ച ആ ലൈറ്റ് ഓരോന്ന് കോപ്പി ചെയ്തിട്ട് ഇതിൽ കൊണ്ട് ചെന്ന് വെക്കുകയാണ്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ഫാൾ സീലിംഗ് മോഡലുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.